ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമാണ് കേട്ടോ. നമ്മൾ അത്താഴത്തിന് എന്തെല്ലാമാണ് കഴിക്കുന്നതും ഒരുക്കിയതും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ലൈക്ക് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിതാ നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് രേശ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കളയിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കാക്കൂര് വൈകിട്ട് കുറച്ച് മത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മത്തി ഇട്ടിട്ട് കുറച്ച് കറി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോന് ഇതവിടെ മാങ്ങയൊക്കെ എടുത്ത് ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ. ഞാനും മോനും കൂടെ ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒക്കെ ഒരു ഉപ്പിലിട്ടതൊക്കെ കഴിക്കാനാവില്ല ആഗ്രഹം. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഉപ്പിലിട്ടത്, അച്ചാറ് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അത് കുറേശ്ശൊക്കെ ഞാനും മോനും കൂടി കഴിച്ചിട്ടോ. ഇനിയിപ്പോൾ അതാ ചീരയാണ് താളിപ്പ്. താളിപ്പില്ലാതെ എന്ത് അത്താഴം ഫുഡിലെ അത്താഴത്തിനധികം എല്ലാവരും കുറേ വീഡിയോസിൽ എല്ലാവരും മുരിങ്ങ താളിപ്പ്, ചീര താളിപ്പ്, അല്ലെങ്കിൽ പടലങ്ങ, ചിരങ്ങ അങ്ങനെ പലതും താളിക്കും അല്ലേ. അത്താഴത്തിന് താളിപ്പാണ് അധികം ആൾക്കാർക്ക് ഇഷ്ടം എന്നാണ്. പിന്നെ അതിലേക്കൊരു ചിക്കൻ പൊരിച്ചതോ മീൻ പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഞാനിന്ന് മത്തിക്കറിയും ചീര താളിപ്പുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ അച്ചാറുണ്ട്, പപ്പടമുണ്ട്, അതൊക്കെ ഉണ്ടാവും സൈഡ് ഡിഷായിട്ട്. അപ്പോൾ എന്തായാലും ചീരക്കറിയും ചോറും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാക്കാൻ തന്നെ വയ്ക്കില്ല. പക്ഷെ എന്നാലും വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച് ഇനി കുറച്ച് നേരം ഒന്ന് കിടന്നും കൂട്ടോ. അപ്പോൾ ഒരു 4 മണിക്ക് അലാറം വെക്കുക ഞാൻ. അപ്പോൾ 4 മണിക്ക് അലാറം അടിച്ചു കഴിഞ്ഞാൽ ഒരു 4:15, 4:30 ആവട്ടോ എണീക്കാൻ. ഒന്നിങ്ങോട്ട് ആ ഉറക്കച്ചടവൊന്ന് മാറി കിട്ടണ്ടേ. അലാറം അടിച്ചതും എണീക്കാൻ പറ്റില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നല്ല ചീരക്കറിയും മത്തിയും പപ്പടം പൊരിച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം ഞാൻ ചിലപ്പോൾ കിടക്കില്ല കേട്ടോ. രാവിലെയൊക്കെ ചിലപ്പോൾ മോന് മദ്രസൊക്കെ ഉള്ള കാരണം കിടന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ ഒരു സുഖമില്ലാത്തൊരു ദിവസവും. എന്താ വെച്ചാൽ പണികളും വേഗം എടുക്കാൻ കഴിയില്ല, ഒന്നിനും കഴിയില്ല. അപ്പോൾ രാവിലെ പുറത്തേക്ക് ഇറങ്ങാനും പേടിയാട്ടോ. എന്താ വെച്ചാൽ നല്ല ഇരുട്ടാണ്. അപ്പോൾ പുറത്തിറങ്ങാനും ഒരു പേടിയാണ്. അപ്പോൾ ഞാൻ വെളിച്ചം നല്ലോണം ഒന്ന് വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ ഇങ്ങനെ അപ്പോൾ ഇരുന്നതാട്ടോ. അപ്പോൾ മോന് മദ്രസയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേനും എല്ലാ പണികളും ഒന്ന് ഒരുക്കണം. അപ്പോൾ സ്കൂള് ഇല്ല കേട്ടോ, കുറച്ച് ദിവസം അവധിയാണ്, പരീക്ഷയാണ്. ഇനി പരീക്ഷ ടൈമിൽ മാത്രം അവർക്ക് പോയാൽ മതി. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ നല്ല നേരം നല്ല വെളിച്ചം വന്നിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത്. പിന്നെ ചെറുതായിട്ട് മഞ്ഞുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ മിന്നൂസ് നമ്മളെ കണ്ടാൽ മതി കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് അങ്ങനെ കരഞ്ഞിരിക്കും. പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ രാവിലെ പുറത്തിറക്കാറില്ല. പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ പണിയും അവിടെ കിടക്കും. അതുകൊണ്ട് അവളെ വൈകിട്ട് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്ത് കൂടെ നടക്കും തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടാട്ടോ. ഫുഡ് കൊടുത്തത് തന്നെ കഴിച്ചിട്ടില്ല, പാത്രത്തിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി തരുള്ളൂ എന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പറയണതൊക്കെ നല്ല ശരിക്കും മനസ്സിലാവും കേട്ടോ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ മുഖത്തേക്ക് തന്നെ ഇങ്ങനെ നോക്കും, വാലാട്ടി ഇങ്ങനെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. മനസ്സിലായി കഴിഞ്ഞാൽ ആൾ മിണ്ടാതെ പോയിട്ട് അത് അതിനുള്ളത് കഴിച്ചിട്ട് പിന്നെ മിണ്ടാതൊരു ഭാഗത്ത് കിടക്കുമല്ലോ. അപ്പോൾ ഇതാ കുറച്ച് മുറ്റം അടിക്കാൻ കുറച്ച് ചപ്പളം കിട്ടും. അധികം ഒന്നും കച്ചറപ്പല്ല, കാറ്റൊക്കെ നിന്നില്ല. അങ്ങനെ ഇതാ മുറ്റമൊക്കെ ഒന്ന് ഉള്ള ചപ്പൊക്കെ ഒന്ന് അടിച്ചു വാരി സെറ്റാക്കി കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഇടയച്ചൻ്റെ വീട് പണിക്കുള്ള മണൽ വന്നത് കേട്ടോ. മണൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മണൽ വന്നത്. അപ്പോൾ കാക്കു അവിടെ എന്തൊക്കെയോ കല്ലോ എന്തൊക്കെയോ ഷീറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ജോലി എന്ന് വെച്ചാൽ അലക്കലും അടിച്ചു വാരലും തുടയ്ക്കലും തന്നെ. കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നോമ്പാവുകൊണ്ട് ആ ഒരു രാവിലത്തെ തിരക്കം കൊണ്ട് ഒഴിഞ്ഞു കിട്ടൂലേ. ഇനി നോമ്പ് കഴിഞ്ഞാൽ അപ്പോഴത്തേനും നമ്മൾ സ്കൂൾ അവധിയായി എല്ലാവരും വിരുന്ന് പോകാനും ഒക്കെ ഉള്ളൊരു തിരക്കിലാവൂലേ. നോമ്പ് കഴിയും, പെരുന്നാളായി. അപ്പോൾ ഞാനിതാട്ടോ അലക്കാൻ കുറേ ഉണ്ട്, അതൊന്ന് അലക്കിയെടുക്കുകയാണ്. ചെറിയ ആളതാണ് കേട്ടോ അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ യൂണിഫോമിൻ്റെ കുപ്പായം വൈറ്റ് അല്ലേ, രാവിലെ ഇട്ട് പോകുമ്പോൾ നല്ല തിളങ്ങിയിട്ടാണ് പോവുക ആൾ. വൈകുന്നേരം വരുമ്പോൾ ആ ഷർട്ടിൻ്റെ ഒന്നും രൂപം തന്നെ കോലം തന്നെ മാറിയിട്ടുണ്ടാവും. ആകെ ആ ഗ്രൗണ്ടിലത്തെ ഒരു ചുമന്ന മണ്ണാണല്ലോ, ആ അങ്ങോട്ട് മണ്ണിൽ കളിച്ചിട്ടേ ആകെ ചുമന്ന കളറാവും ഷർട്ടൊക്കെ. അങ്ങനെ എന്തായാലും അവൻ്റെ ഷർട്ട് ഞാനിങ്ങോട്ട് ബ്രഷ് ഇട്ട് നല്ല
നല്ലതുപോലെ ഒന്ന് ഉരതണം, എന്നാലും ചളി പോവുള്ളൂ. മെഷീനിലൊന്നും ഇട്ടിട്ടും കാര്യമില്ല കേട്ടോ, അവരതൊന്നും മെഷീനിൽ ഇടാൻ പറ്റില്ല, അത്രയ്ക്ക് ചളി ഉണ്ടാവും. പിന്നെ വലിയ രണ്ടാൾക്കാർ രാത്രി അവർ കളി കഴിഞ്ഞ് വന്നാലുള്ള അവർ ഡ്രസ്സ് അതിലുണ്ടാവും കേട്ടോ നല്ല ചളിയും മണ്ണും. ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ അലക്കുമ്പോൾ, ഇങ്ങനെ കുറേ ഇങ്ങോട്ട് കാണുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. ദേഷ്യം വന്നിട്ട് കാര്യമല്ല, നമ്മളെല്ലാം അലക്കി കൊടുക്കുന്നത്, അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പിറ്റേ ദിവസം കൂടി വരികയല്ല ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ പണികൾ രാവിലത്തെ നേരത്തെ എല്ലാം ഒരുക്കി സെറ്റാക്കി, പിന്നെ കുളിയും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് അപ്പം കടലക്കറിയൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ടേക്കാം കേട്ടോ, അരി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കടല കേട്ടോ. അപ്പോൾ ഇത് ഇനി വൈകുന്നേരത്തേക്കുള്ളതാണ്. ഇനിയിപ്പോൾ പണികളെന്ന് പറഞ്ഞാലൊന്നുമില്ല, എല്ലാവരും അധികം ആൾക്കാരും അത്താഴത്തിന് നീച്ച് കഴിഞ്ഞാൽ കിടക്കാറില്ലല്ലേ, വേഗം പണിയൊക്കെ ഒരുക്കിയിട്ട് പിന്നെ നമുക്ക് 3 മണി വരെ നല്ല ഫ്രീ ടൈമാണ്. ഒരു കിടന്നുറങ്ങാനോ പിന്നെ നമുക്ക് എന്ത് നിസ്കരിക്കാനും ഓതാനും ഉള്ള ടൈം ഉണ്ട് കേട്ടോ. നല്ലൊരു സുഖമാണ് നേരത്തെ തന്നെ ഇങ്ങനെ പണികളൊക്കെ ഒരുക്കി കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാതും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ പൈപ്പിൽ വെള്ളം നിന്നിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി പാത്രത്തിലൊക്കെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനി ആവശ്യമില്ല. അങ്ങനെ പൈപ്പൊക്കെ പൂട്ടി അവിടെ തുടപ്പുണ്ടായിരുന്നു, അതൊക്കെ അലക്കി തോരട്ട്, പിന്നെ ഇതാ നമ്മൾ ആകം തുടച്ച തുടപ്പൊക്കെയാണ് കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് വെക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി വൈകിട്ട് നമുക്ക് ചായ പരിപാടിയുള്ളൂ കേട്ടോ, അതുവരെ ഇങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ചെറിയ വീഡിയോ ആണ്, അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, അസ്സലാം.